യിലെ യുവതിയുടെ വീട്ടിലെത്തി അവരുടെ മൊഴിയും മെഡിക്കൽ കോളേജ് SHO രേഖപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യുവതി ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നേരത്തെ ഇവർ വിദേശത്താണ് ഉണ്ടായിരുന്നത്. വിദേശത്തേക്ക് തന്നെ കടന്നിരിക്കാം എന്നുള്ളൊരു സൂചന കൂടി പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ദുബൈയിലാണ് ഇവർ ഉണ്ടായിരുന്നത്. അവിടെ നമ്മുടെ വൈറൽ ഷിംജിത ഉണ്ടല്ലോ, ഷിംജിതനെ സമ്മതിക്കണം. ഷിംജിത വൈറലാകാൻ വേണ്ടി ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തു. ആ സാധനം പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് പോയി ലോകം മൊത്തം തന്നെ തിരിച്ചറിഞ്ഞ ഷിംജിത ഇപ്പൊ ആരും അറിയാതെ ഒളിവിയിരിക്കാണ്. ഇത് ഷിംജിത, ലോകം അറിയാൻ വേണ്ടിയിട്ടുള്ള ഈ പരിപാടി ചെയ്തത്. പിന്നെ നിങ്ങൾ ഒളിവിപ്പോയെങ്കിൽ ശരിയാന്നേ, വെളിച്ചത്തേക്ക് വരൂ, കമോൺ, വെളിച്ചത്തേക്ക് വാ. ഈ ഷിംജിത ഉണ്ടല്ല, ഈ ഷിംജിത ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷിംജിത പറഞ്ഞ കഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിംജിത ബസ്സിൽ കയറിയപ്പോ തന്റെ മുമ്പിൽ നിന്ന ഒരു വ്യക്തിക്കെതിരെ, ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ മോശമായി പെരുമാറുന്നു. അത് കണ്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാനായിട്ട് രക്തം തിളച്ച ഷിംജിത ചെന്നിട്ട് അദ്ദേഹത്തിന്റെ നിന്നും അതേ ദുരനുഭവം ഷിംജിതയ്ക്കുണ്ടായി. അത് ഫോണും പൊക്കി പിടിച്ച് ചിരിച്ചോണ്ട് റെക്കോർഡ് ചെയ്തു. ഈ സാധനം സോഷ്യൽ മീഡിയയിൽ ഇട്ടു. അപ്പൊ ഷിംജിത പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായി, അപ്പൊ ഷിംജിതയ്ക്ക് മോശം അനുഭവം ഉണ്ടായി. ഇറങ്ങാൻ നേരം ഷിംജിതയ്ക്ക് മോശം അനുഭവം ഉണ്ടായപ്പോഴത്തേനും ഈ പറഞ്ഞ ചേട്ടൻ ഇറങ്ങി ഓടിയില്ല, സ്പീഡിൽ നടന്നു എന്ന് രണ്ടാമത് മാറ്റി പറഞ്ഞു. അപ്പൊ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു ചേട്ടൻ ചോദ്യം ചെയ്തു ഇതിനെ. ഈ ബസ്സിനകത്ത് കണ്ടക്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഷിംജിത പറഞ്ഞ കഥ. ഈ കഥയ്ക്കകത്ത് കുറച്ച് കഥാപാത്രങ്ങളുണ്ട്, കുറച്ച് ആളുകളെ ഷിംജിത മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഈ ആള് ദീപക് ആദ്യം അപമര്യാദയായിട്ട് പെരുമാറിയ ചേട്ടൻ. 2, സ്വാഭാവികമായിട്ടും ബസ്സിലെ പാസഞ്ചേഴ്സ്. 3, ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും. 4, ഇത് ചോദ്യം ചെയ്ത ചേട്ടൻ. ഇങ്ങനെ കുറെ ആൾക്കാരെ കുറിച്ചിട്ട് ഷിംജിത ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞിട്ടുള്ള ആളുകളെല്ലാം രംഗത്ത് വന്നിട്ട് ഈ സാധനം ഉടായ്പാണ്, ഇങ്ങനൊരു സംഭവം അവർ അറിഞ്ഞിട്ട് പോലുമില്ല. ഷിംജിത അത് പ്യുവർലി കണ്ടന്റ് മേക്ക് ചെയ്താണെന്ന് ഉറപ്പിച്ചു. ഓക്കെ, നമുക്ക് ആദ്യം ഈ തിരക്കുള്ള ബസ്സിലേക്ക് നമ്മുടെ ഈ ദീപക് വരുന്നതും അതേപോലെ തന്നെ ഷിംജിത വരുന്നതും അവരുടെ ഈ ബസ്സുകാരുടെ CCTV കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. അത് കാണുമ്പോൾ അതിനകത്ത് ആ CCTV പരിശോധിച്ചപ്പോഴത്തേനും അപമര്യാദയായിട്ട് പെരുമാറുന്ന യാതൊരു രംഗവും ഷിംജിതയ്ക്ക് നേരെ അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടിക്ക് നേരെ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി മോശമായിട്ട് പെരുമാറുന്ന ഒരു രംഗവും കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, പോലീസ് പരിശോധിച്ചപ്പോഴെല്ലാം ഇത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടൊരു സാധനമാണെന്ന് മനസ്സിലായി. നമുക്കെല്ലാം ഒന്ന് കാണാം. ത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ കേസിൽ നിർണായക CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ബസ്സിലെ CCTV ദൃശ്യത്തിൽ അതിക്രമത്തിന്റെ തെളിവൊന്നും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ബസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് പരാതിയായി തങ്ങളുടെ മുന്നിൽ എത്തേണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സ്വാഭാവികമായും അടുത്ത നടപടി എന്ന നിലയിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഇക്കാര്യം തങ്ങൾ. ഷിംജിത പറഞ്ഞതിനകത്ത് ഒരു കഥാപാത്രം കൂടെ ഉണ്ടായിരുന്നു. ആ കഥാപാത്രമാണ് ഷിംജിതയ്ക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ ഷിംജിത അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരനെ വിളിച്ച് ചോദിച്ചു. അപ്പൊ പോലീസുകാരൻ അയാളുടെ ഡീറ്റെയിൽസ് ഉണ്ടോന്ന് ചോദിച്ചു. ഡീറ്റെയിൽസ് ഇല്ല. അപ്പൊ ഷിംജിത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നിട്ട് ഡീറ്റെയിൽസ് എടുത്ത് തരാന്ന് പറഞ്ഞു. ആ ഒരു പോലീസുകാരൻ, അയാൾ ഒരു ക്യാരക്ടർ ആട്ടോ, അതിലൊക്കെ നമുക്ക് വരാം, അതെല്ലാം പൊളിയുന്നുണ്ട്. അങ്ങനെ ഒരു പരാതിയും ഈ ബസ്സിനകത്ത് നിന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയുന്നു ബസ് ജീവനക്കാർ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ബസ് ജീവനക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടേ അറിവില്ല. ഷിംജിതയോട് മോശമായിട്ട് പെരുമാറുന്നു, ഇയാൾ ഇറങ്ങി ഓടുന്നു, അല്ല സ്പീഡിൽ നടക്കുന്നു. അപ്പൊ ഒരാൾ ചോദിക്കുന്നു. ബസ്സിലെ ആൾക്കാർക്കൊന്നും ഈ ഒരു വിഷയത്തെ കുറിച്ച് അറിയില്ല, ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടേ ഇല്ല. ഇനി ഈ ദീപക് മറ്റൊരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നാണ് ഷിംജിത മേഡം അവകാശപ്പെടുന്നത്, വൈറൽ ഷിംജിത അവകാശപ്പെടുന്നത്. ആ പെൺകുട്ടി ഇനി രംഗത്തേക്ക് വരണം. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്നാലേ അത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ദീപക് ഇറങ്ങി സ്പീഡിൽ പോയപ്പോഴത്തേനും ചോദ്യം ചെയ്ത ആ ബസ് യാത്രക്കാരൻ രംഗത്ത് വരണം. ഇതൊന്നും രംഗത്ത് വരാൻ പോകുന്നില്ല, അങ്ങനെയൊന്നും ആരും ഇല്ലല്ലോ. ഇനി ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും ഇങ്ങനെ വിഷയം അറിഞ്ഞിട്ടേ ഇല്ല. ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയനെ. അപ്പോ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും പറയുന്നത് നമുക്ക് കേൾക്കാം. നേരിട്ടു വന്ന പരാതി പിന്നീട് അത് സൈബർ ഇടത്തിൽ പ്രചരിക്കുന്നു. അതേ തുടർന്ന് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവം അത് നടന്ന പയ്യന്നൂർ രാമന്തളി റൂട്ടിലോടുന്ന ബസ് ജീവനക്കാരാണ് കൂടെ ഉള്ളത്. ബസ്സിലെ കണ്ടക്ടർ ആവും അല്ലേ? രാമകൃഷ്ണൻ. എന്താണ് അന്നേ ദിവസം ഉണ്ടായത്? അന്നേ ദിവസം എന്താ ഉണ്ടായത് നമുക്ക് തന്നെ വ്യക്തമല്ല. ഇത് പിറ്റേ ദിവസമാണ് നമ്മളെ മുതലാളി വിളിച്ച് ചോദിക്കുന്നത്, ഈ വണ്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടിയിലെ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെന്ന് ഒരു വീഡിയോ നമുക്ക് കിട്ടിയിരുന്നു, വാട്സപ്പിൽ അയച്ചായിരുന്നു. ഇത് ഗൾഫിൽ നിന്ന് അയച്ചതാണ്. അപ്പോൾ അവരാണ് ആദ്യം കാണുന്നത്, ഗൾഫിൽ നിന്നാണ് ആദ്യം കാണുന്നത്, നമ്മളെ മുതലാളി കണ്ടില്ല. അപ്പോൾ അവർ അയച്ചു കൊടുത്ത വീഡിയോ നമുക്ക് അയച്ചു തരികയും അപ്പോൾ അതിൽ നിന്നാണ് നമ്മളെ ബസ്സാന്ന് നമ്മൾ എത്തുന്നത്. എന്നാൽ ഈ സീറ്റ്, ഈ ടോപ്പ്, ഇതെല്ലാം നമ്മളെ ഒരു ബസ്സിന് മാത്രമേ അങ്ങോട്ട് ഉള്ളത്, ഈ കളറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ബസ്സാന്ന് വിവരത്തിലെത്തി. പിന്നെ പറഞ്ഞാൽ ഇവർ നമുക്ക് പരാതി തരുമോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമ്മുടെ സാധാരണഗതിയിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കയറുന്നതാണ് ട്രെയിൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ 19 ആൾ ഒന്നിച്ച് കയറുന്ന സമയത്ത് പിന്നെ നമുക്ക് ഈ CCTV കൃത്യമായിട്ട് കിട്ടൂല. എന്നാൽ ആൾക്കാരുടെ കവറിങ്
അപ്പോ കണ്ടക്ടറിനോടും ഡ്രൈവറോടും ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടില്ല, പുള്ളിക്കാരിക്കെതിരെ ലൈംഗിക ആക്രമണം നടന്നു പറഞ്ഞിട്ടില്ല. ഈ നാട്ടുകാരനാരാണ് അല്ലെങ്കിൽ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരനാരാണെന്ന് ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ വേറൊരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറി നടന്നു, അങ്ങനെ ഒരു പെൺകുട്ടി വന്നിട്ടില്ല. ഇനി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചപ്പോഴേ അല്ലെ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോഴത്തേനും പോലീസുകാർ പറയുന്ന അങ്ങനെ ഒരു പരാതി ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടേ ഇല്ല, അങ്ങനെ ഒരു പോലീസുകാരെ സംസാരിച്ചിട്ടില്ലെന്ന്. ഇത് മൊത്തത്തിൽ ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സ്റ്റോറിയാണ്. അതായത് ഈ ഷിംജിത രാത്രി ഇരുന്നിട്ട് ദൃശ്യം കണ്ടിട്ട് അതേപോലെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഇറങ്ങി തിരിച്ചാണ്. നിങ്ങൾ ആ വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് നോക്കി കാണാം. പുള്ളിയുടെ കൈ എടുത്ത് വരുമ്പോഴത്തേനും തട്ടുമ്പോൾ ഞാൻ മാറാൻ ശ്രമിക്കണമല്ലോ എന്ന് കാണിക്കാനായിട്ട് ഷിംജിത ഇങ്ങനൊരു സാധനമൊക്കെ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പൊ ഷിംജിത ഓൾറെഡി പ്ലാൻഡ് ആണ്. ബസ്സിൽ കയറി ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. സോ ഈ ദീപക് ഷിംജിത ഫോൺ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിട്ടും അപമര്യാദയായിട്ട് പെരുമാറിയെന്നാണ് ഷിംജിത പറയുന്നത്. ഇത് ഇന്ന് മൊത്തം വ്ളോഗേഴ്സ് ആണ്. ഏതോ വ്ളോഗർ ആണെന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചത്. കാരണം അദ്ദേഹം ഒരു അപമര്യാദയായിട്ടൊരു സാധനം ആരോട് ചെയ്തിട്ടില്ല. പിന്നെ ഒരു പെണ്ണെടുത്തുനിന്ന് വീഡിയോ എടുക്കുന്നതിന് പുള്ളി എന്ത് ചെയ്യാനാണെന്ന് ആയിരിക്കണം പുള്ളിക്കാരൻ ചിന്തിച്ചത്. ഇനി ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരു വാർത്ത കൂടെ കാണിക്കാം കേട്ടോ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിനെ തുടർന്ന് കോഴിക്കോട് യുവാവ് ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതിയായ യുവതി ഒളിവിൽ തുടരുന്നു. ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതിയായ ഷിംജിത മുസ്തഫ ഒളിവിൽ പോയത്. ഷിംജിത ദൃശ്യങ്ങൾ പകർത്തിയ സ്വകാര്യ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യത്തിന്റെ പൂർണ്ണഭാഗം വീണ്ടെടുക്കാനും പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഷിംജിത ഒളിവിൽ പോയപ്പോഴത്തേനും ഈ എടുത്ത വീഡിയോയുടെ പൂർണ്ണ ഭാഗം ഷിംജിതയുടെ മൊബൈലിലാണ്, വൈറൽ ഷിംജിതയുടെ മൊബൈലിലാണ്. ഈ വൈറൽ ഷിംജിത ഒളിവിൽ പോയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഷിംജിതയുടെ ഫോൺ റിക്കവർ ചെയ്തിട്ട് ഇതിനകത്തെ ദൃശ്യങ്ങൾ റിക്കളക്ട് ചെയ്യാനായിട്ടാണ് പോലീസ് ശ്രമിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, സോഷ്യൽ മീഡിയയിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് കേസ് എടുക്കാതെ എന്തൊരു പുഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പുള്ളിക്കാരി രക്ഷപ്പെട്ട് പോയതിനു ശേഷം കേസെടുക്കാം, ഇതായിരുന്നു നിലപാട്. പുള്ളിക്കാരി വിദേശത്ത് കടന്നിട്ടുണ്ടെന്ന് പല ആൾക്കാരും പറയുന്ന കേട്ടു. വിദേശത്തേക്ക് പോയി ദുബായ് ഷെയ്ഖിന്റെ ഇടങ്കൈയാണ് പുള്ളിക്കാരി എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ഈ ദുബായ്ക്ക് പോയെങ്കിൽ എന്റെ പൊന്നനിയ പാസ്പോർട്ടും വിസയൊക്കെ വെച്ചിട്ടല്ലേ ഈ ദുബായ്ക്ക് പോകത്തുള്ളൂ. അത് പോയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എയർപോർട്ടിന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കറിയാലോ ഇത് ഇവിടുന്ന് ഒരു യാത്രിക ഇങ്ങനെ പോയിട്ടുണ്ടോന്ന്. അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, പ്ലെയിനിലും പുള്ളിക്കാരി ഇടും എന്റെ അടുത്തിരുന്നത് ഈ സായിപ്പ് എന്നോട് അപമര്യാദ പെരുമാറി, അല്ലെങ്കിൽ ഈ അറബ് എന്നോട് അപമര്യാദ പെരുമാറുന്ന സാധനം വരും. അപ്പൊ അങ്ങനെ ഒരു സാധനവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ പുള്ളിക്കാരി വിദേശത്തേക്ക് കടന്നിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും പുള്ളിക്കാരി ഒളിവിലാണ്. പുള്ളിക്കാരുടെ മൊബൈൽ റിക്കവർ ചെയ്താലേ പരിപാടി നടക്കുന്നുള്ളൂ. അത് മൊബൈൽ റിക്കവർ ചെയ്യുമ്പോഴത്തേനും പുള്ളിക്കാരി ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളൂ. ഇനി ഷിംജിത ആദ്യം വിളിച്ചൊരു കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏതാ? ഏഷ്യാനെറ്റ് ന്യൂസിനും ഇതും തമ്മിൽ കുറച്ച് സംഭവങ്ങളുണ്ട്. നമുക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നു കാണാം. വീഡിയോ ചിത്രീകരിച്ചത് എന്ന് യുവതി പറയുന്നുണ്ട്. പയ്യന്നൂരിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത്. സംഭവത്തെക്കുറിച്ച് വടകര പോലീസിൽ വിവരം നൽകിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ പ്രതിനിധി സന്ദീപ് തോമസ് വടകര പോലീസിൽ വിവരം നൽകിയെന്നാണ് ഷിംജിത പറഞ്ഞത്. ഷിംജിതയുടെ വോയിസിൽ തന്നെ ഷിംജിത പറയുന്നുണ്ട്. പക്ഷെ വടകര പോലീസിൽ അങ്ങനെ ആരോട് പുള്ളിക്കാരി സംസാരിച്ചിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതും തെളിയിക്കാൻ പറ്റുന്ന സാധനമാണ്. പുള്ളിക്കാരിയുടെ കോൾ ഡീറ്റെയിൽസ് പോലീസിന് എടുക്കാൻ പറ്റും. കോൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴത്തേനും ഈ ദിവസം ഈ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും ഇന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിലുള്ള ആർക്കെങ്കിലും കോൾ വന്നിട്ടുണ്ടോ, പരിപാടി തീർന്നു കഴിഞ്ഞു. അപ്പൊ അറിയാൻ പറ്റും പുള്ളിക്കാരിയുടെ ആ സാധനം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പൊ അതും തെളിയിക്കാൻ പറ്റും. പിന്നെ പോലീസുകാരുടെ കൈ അതിനകത്തുണ്ടോ നമുക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു പോലീസുകാരനെ വിളിച്ചിട്ട് ബസ്സിലെടുത്തിട്ട് എന്നോട് അപമര്യാദ എഴുത്ത് പെരുമാറി. അത് ഇവരൊരു മെമ്പർ കൂടെയായിരുന്നു. രാഷ്ട്രീയമായിട്ട് ഇടപെടാൻ സാധ്യതയുള്ള ഒരു സ്ത്രീ വിളിച്ചിട്ട് പറയുന്നു എന്നോട് അപമര്യാദ പെരുമാറി. പോലീസ് ചോദിക്കുക അയാളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടോ? ഇല്ലില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പേരും ഡീറ്റെയിൽസും ഉണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പോലീസായിട്ട് ജോലി ചെയ്യാൻ യാതൊരു യോഗ്യതയില്ലാത്തവരാണ്. ഒരുത്തന്റെ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റുക അതിനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ എന്ത് പോലീസാണ് സംസാരിച്ചു. അതുകൂടി കേൾക്കാം. ഇതാണ് എനിക്ക് മറ്റൊരു പ്രശ്നം. ഏഷ്യാനെറ്റ് ന്യൂസ് എന്തോ പുഴുങ്ങാനാണ് ഈ പെണ്ണിന്റെ മുഖം ബ്ലർ ചെയ്യുന്നത്. എനിക്കത് മനസ്സിലായിട്ടില്ല. എന്തോ ഉണ്ടാകുക, ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പെണ്ണിന്റെ മുഖം പുറത്തു വിടുക. ഇതേ സമയം ഇതൊരു പുരുഷനാണെങ്കിൽ നിങ്ങൾ മുഖം പുറത്തു വിടത്തില്ലേ? ഒരു സ്ത്രീ ആയതുകൊണ്ട് അത് സ്ത്രീ 18 വയസ്സിന് താഴെയുള്ള സ്ത്രീയല്ല, അതിജീവിതയല്ല. ഒരു കുറ്റകൃത്യം ഒരാളെ മരണത്തിലേക്ക് പ്രേരിപ്പിച്ച് അയാളെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് ഉറപ്പുള്ളൊരു സ്ത്രീ, ആ സ്ത്രീയുടെ മുഖം ഞങ്ങൾ ബ്ലറാക്കും. സ്ത്രീ സുരക്ഷ നമുക്ക് ഇനി ഏഷ്യാനെറ്റ് ന്യൂസിന് മാത്രമേ ഈ പെൺകുട്ടി ബൈറ്റ് കൊടുത്തിട്ടുള്ളൂ. എന്ത് കുട്ടി? ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമേ ഈ പെൺകുട്ടിയുടെ മുഖം ബ്ലറാക്കുന്നു. എന്തിന്? പോലീസ് ആദ്യം വന്നപ്പോ ആത്മഹത്യ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് തീർന്നില്ല, നിങ്ങൾ കണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. പെണ്ണ് ഒളിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ആത്മഹത്യ പ്രേരണ കുറ്റം നമ്മൾ കേസെടുത്തു. ഇനി ജാമ്യം കിട്ടി കഴിയുമ്പോഴത്തേനും പെൺകുട്ടി ഒളിവിൽ പോയിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്നു. ശരിക്കും എന്തൊരു ഒരു കളി ഇതിനകത്ത് നടപ്പുണ്ട്. എന്ത് കളിയെന്ന് എനിക്കറിയത്തില്ല.
എന്റെ പൊന്ന് ഏഷ്യാനെറ്റ് ന്യൂസ്, നിങ്ങളൊരു മെയിൻ സ്ട്രീം ചാനലല്ലേ? ആ പെണ്ണിന്റെ മുഖം പുറത്തു വിടും. നിങ്ങൾ ആരെയാണ് ഈ പേടിക്കുന്നത്? പങ്കുവച്ചത് എന്തായിരുന്നു സംഭവം? നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം പറയാം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല ബസ്സായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഇതിനകത്ത് ഈ പെൺകുട്ടി എടുത്ത വീഡിയോയ്ക്കകത്ത് തൊട്ടപ്പുറത്ത് മറ്റൊരു പെൺകുട്ടിയുടെ ഇമേജ് നമുക്ക് കാണാൻ പറ്റും. ആ പെൺകുട്ടി ഈ ഷിംജിതയുടെ മൊബൈലിലേക്ക് നോക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ അപ്രോച്ച് ചെയ്യുക, പോലീസ് അപ്രോച്ച് ചെയ്യുക. അപ്പൊ അറിയാൻ പറ്റും ഷിംജിത അവിടെ എന്താണ് കാട്ടിക്കൂട്ടിയെന്നുള്ളത്. കാരണം ആ പെൺകുട്ടി കൃത്യമായിട്ട് ഷിംജിത വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നോക്കുന്നുണ്ട്. മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. അയാൾ അങ്ങനെ ഒത്തി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം റെക്കോർഡ് ചെയ്തിട്ടില്ല, രണ്ടാമതാണ് റെക്കോർഡ് ചെയ്തത്. അപ്പൊ ആദ്യം റെക്കോർഡ് ചെയ്യാത്ത എന്താ, ഇങ്ങനെ ഓണാക്കി പിടിച്ചു കഴിഞ്ഞാൽ ആരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്യാതെ നിന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഷിംജിതയുടെ വേറെ കുറച്ച് അടിപൊളി സാധനം വന്നിട്ടുണ്ട്. അടിപൊളി റീല്. ഷിംജിത പാലസ്തീൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷിംജിത കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഏതാ നമ്മുടെ അതല്ലേ നല്ലത്, നമ്മൾ സത്യത്തിന്റെ നീതിയുടെ കൂടെ നമ്മൾ നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. യഥാർത്ഥ ശക്തി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാല് അത് അക്രമോ അല്ലെങ്കിൽ ആയുധങ്ങളോ ഒന്നുമല്ല. അത് സത്യവും കരുണയും നീതിയും ഒക്കെയാണ്. അപ്പോ റീച്ചിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവര്, നിങ്ങൾ മറ്റൊരാളുടെ ജീവിതം വെച്ചിട്ടാണ് അമ്മാനം ആടുന്നതെന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തുക. ഏതായാലും ഷിംജിത ഒളിവിൽ പോയി, ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടട്ടെ, ഷിംജിത പുറത്തിറങ്ങട്ടെ, ഷിംജിത ബസ്സിൽ കയറട്ടെ, ഷിംജിതയുടെ കൂടെ ഇനി അടുത്ത വീഡിയോസ് എടുത്തിട്ട് സംഭവിക്കട്ടെ. നമ്മുടെ സവാദ് ഉണ്ടല്ലോ, സവാദിനെ കാണുമ്പോൾ ഇന്ന് ഓരോ പെൺകുട്ടികൾ എഴുന്നേറ്റ് ഓടിപ്പോകുന്നത് പോലെ ഷിംജിതനെ കാണുമ്പോ പയ്യന്മാരെല്ലാം മുണ്ടും മടക്കി കണ്ട വഴി ഓടിക്കണം. ഇല്ലെങ്കിൽ പണി പാളും പുള്ളേ.